ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ 2 ക്വസ്റ്റ്യൻ ഷുവർ ആൻസർ ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനിങ്ങിന്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് +2 ഹിസ്റ്ററിയിലെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വിഭജനങ്ങളും അതിന്റെ അനന്തരഫലങ്ങളും പറയുന്ന ഭാഗമാണ്. ഇന്ത്യ കീറിമുറിക്കപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററാണ്. വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഏടാണിത്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഒരു കനൽ ഇന്ത്യയിൽ ഇട്ടിട്ടാണ് പോയത്. ആ കനൽ പിന്നീട് ആളിക്കത്തുന്ന കാട്ടുതീയാകുന്നതാണ് നമ്മൾ കണ്ടത്. ആ കാട്ടുതീയായിരുന്നു വിഭജനം എന്ന് പറയുന്നത്. സങ്കടകരമായിരുന്നു വിഭജനത്തിന്റെ ഓരോ ഏടുകളും. സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യയിൽ തങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു പറ്റം പ്രജകളായിരുന്നു അന്ന് ആകെ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്കൊന്നും ഡീപ്പായിട്ട് കിടക്കേണ്ടതില്ല. എന്തൊക്കെയാണെങ്കിലും ഇതിൽ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഇതിന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും എക്സാമിന് വരുന്നത് സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു, കുട്ടികളുടെ അവസ്ഥ എന്തായിരുന്നു, വൃദ്ധയുടെ അവസ്ഥ എന്തായിരുന്നു ഒക്കെ ചോദിക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അതിലൊന്ന് സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് ചോദിക്കുന്നതായിരിക്കും. ഇപ്പോ നടന്ന മോഡൽ എക്സാമിൽ പോലും അത് ചോദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആ കാലത്ത് നിരപരാധികളായ കുട്ടികൾ, സ്ത്രീകൾ, വയോജനങ്ങൾ, യുവജനങ്ങൾ എന്നിങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിഭജന കാലത്ത് വിവരണാതീതമായ വേദനകളും പീഡനങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പ്രത്യേകിച്ച് സ്ത്രീകളിൽ പലരെയും പലതവണ തട്ടിക്കൊണ്ടുപോവുകയോ ബലാത്സംഗം ചെയ്യുകയോ ചെയ്തു, അല്ലെങ്കിൽ വിറ്റ് കളഞ്ഞു. അവരിൽ ചിലർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ആരാണോ അവരുടെ കൂടെ പുതുതായിട്ട് ജീവിക്കേണ്ട ഗതികളിലേക്ക് വരെ മാറി. നഷ്ടപ്പെട്ട സ്ത്രീകളെ വീണ്ടെടുക്കാൻ ഇന്ത്യ പാക് സർക്കാരുകൾ കരാറുണ്ടാക്കി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 22,000 മുസ്ലിം സ്ത്രീകളും പാകിസ്ഥാനിൽ നിന്ന് 8,000 ഹിന്ദു സിഖ് സ്ത്രീകളും 1954 ആയപ്പോഴേക്കും വീണ്ടെടുക്കപ്പെട്ടു. അഥവാ ഇവിടെ നിന്ന് മുസ്ലിം സ്ത്രീകളെയും അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദു സിഖ് സ്ത്രീകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടെടുക്കുന്ന രീതിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇത് നാണക്കേടിന്റെയും മാനസിക ആഘാതത്തിന്റെയും വേർപിരിയലിന്റെയും മറ്റൊരു എപ്പിസോഡായിരുന്നു. കാരണം ഒരു സർക്കാരും ഈ കാര്യത്തിൽ സ്ത്രീകളുമായിട്ട് ഒരു ആലോചനയും നടത്തിയിരുന്നില്ല. പരമ്പരാഗതമായി സ്ത്രീകൾ അല്ലെങ്കിൽ ഭൂമി എന്നിവ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വിലമതിപ്പിക്കുന്ന സ്വത്താണ്. രണ്ടിലേതെങ്കിലും ഒന്ന് പുറത്തുള്ളവരുടെ കൈകളിൽ അകപ്പെട്ടാൽ അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു സംഭവമാണ്. വീണ്ടെടുക്കൽ കൊണ്ട് മാത്രമേ നഷ്ടപ്പെട്ട അഭിമാനം വീണ്ടെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു ദൃഢവിശ്വാസത്തിന്റെ പുറത്തുണ്ടായ ഒരുപാട് ആക്രമണങ്ങൾ പുറത്തും മനുഷ്യരാഷ്ട്രങ്ങളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ വില സ്ത്രീകൾ നൽകേണ്ടതായിട്ട് വന്നു. പഞ്ചാബ്, ബംഗാൾ അതിർത്തികളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണം വളരെ വലിയ രീതിയിലായിരുന്നു. വർഗീയ പ്രത്യയശാസ്ത്രത്തിൽ ഭ്രാന്തരായ പുരുഷന്മാർ സ്ത്രീകളെ അപമാനിക്കുന്നത്, അവരുടെ സമുദായത്തെ അപമാനിക്കുന്നതായിട്ടാണ് കണ്ടത്. പഞ്ചാബിൽ അതിർത്തി കടന്നുള്ള ഹിന്ദുക്കളെയും സിഖുകളുടെയും മുസ്ലിങ്ങളുടെയും കുടിയേറ്റം ഏതാണ്ട് പൂർണ്ണമായിരുന്നു. എന്നാൽ ബംഗാൾ അങ്ങനെയായിരുന്നില്ല. പലരും സ്വന്തം നാട്ടിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ഈ കാലത്ത് സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, കുട്ടികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, വൃദ്ധർ അനുഭവിച്ച പ്രശ്നങ്ങൾ ഒരു ശവപ്പറമ്പായി മാറുകയായിരുന്നു അതിർത്തികൾ എന്ന് പറയേണ്ടതായിട്ട് വരും. ഒരു ഭാഗത്ത് കൊള്ളക്കാര്, മറ്റൊരു ഭാഗത്ത് ഈ പറഞ്ഞ വലിയ ചൂഷണം ചെയ്യുന്ന കള്ളന്മാര്, ഇതിനൊക്കെ പുറമെ ആക്രമിക്കുന്നവർ, എല്ലാം കൊണ്ടും വലിയ പ്രത്യാഘാതങ്ങൾ ഈ കാലത്ത് ഇന്ത്യ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഹൃദയം മുറിക്കുന്ന വേദനയിലല്ലാതെ ഇന്ത്യയുടെ വിഭജനം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. പക്ഷെ ഇതിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരുന്നത് ഒന്ന് അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയാണ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമ്പർ ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം വിഭജനത്തിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിൽ ചെയ്തു പോന്നിരുന്നത് ഒരു ഭാഗത്തോട് അനുനയത്തിന്റെ സ്നേഹത്തിന്റെ ഭാഷ ഉപയോഗിക്കുകയും മറ്റൊരു ഭാഗത്തെ എതിർക്കുകയും ചെയ്തിട്ട് ഇവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ എപ്പോഴും കാഴ്ചവെച്ചിരുന്നത്.
ഇതേ നയം അവർ എല്ലാ രീതിയിലും സ്വീകരിച്ചു പോന്നിരുന്നു. ഇന്ത്യയെ രണ്ടാക്കി കീറി മുറിക്കുമ്പോഴും ഇതുവഴി ഒരു വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടാവണം, ഇന്ത്യ രണ്ടായിട്ട് പിളരുമ്പം സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും എല്ലാം ഇന്ത്യ തകരണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു രണ്ട് ഭാഗത്തേക്കായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വലിയ മുറിവുകളാണ് ഉണ്ടാക്കിയത്. മധ്യകാലത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം, എന്നാൽ ആദ്യകാലത്തെ ഇന്ത്യയുടെ പൗരാണിക കാലം അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു വിഭാഗം. എന്നാൽ ഇതൊക്കെ അവസാനം എത്തിപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഹിന്ദു മുസ്ലിം വർഗീയതയിലാണ്. അത് എങ്ങനെ ആളിക്കത്തിക്കാമെന്നാണ് പല ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരും ബ്രിട്ടീഷ് പണ്ഡിതന്മാരും ഭരണകർത്താക്കളും ഒക്കെ ശ്രമം നടത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഭാഗത്താണ് ക്വസ്റ്റ്യൻ കൂടുതലും വരാറുള്ളത്. ഒന്ന്, വിഭജനത്തിന്റെ കാലത്ത് സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു? മറ്റൊന്ന്, വിഭജനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, വിഭജനം കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? രണ്ട് ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. പഠിക്കുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ചാപ്റ്റർ ചോദിച്ചാൽ ഒറ്റൊന്നേ ഉള്ളൂ, അത് സ്ത്രീകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ സമയമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, വിഭജനത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ്, വിഭജനത്തിന് ശേഷം എന്ത് സംഭവിച്ചു, അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്നുകൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.